നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിലെ ഹാസ്യരാജാവാണ് രമേശ് പിഷാരടി. മാത്രമല്ല, അദ്ദേഹം അറിയപ്പെടുന്ന സംവിധായകൻ കൂടിയാണ്. ഞൊടിയിടയിൽ കൗണ്ടറുകൾ ഉതിർത്തുകൊണ്ട് എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന രമേശ് പിഷാരടിയുടെ ഹാസ്യപ്രകടനങ്ങൾ എല്ലാ ടെലിവിഷൻ പ്രേക്ഷകർക്കും ചാനൽ പ്രേക്ഷകർക്കും സുപരിചിതമാണ്. ഈ രമേശ് പിഷാരടി ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. രാഷ്ട്രീയപരമായി കോൺഗ്രസിനോട് തനിക്ക് ആഭിമുഖ്യമുണ്ടെന്നും ആ ആഭിമുഖ്യം ഒരിക്കലും മറച്ചുവെക്കാതെ ഇരിക്കുന്നയാളുമാണ് രമേശ് പിഷാരടി. സാക്ഷാൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ നടന്നുകൊണ്ടാണ് തൻ്റെ കോൺഗ്രസ് ഐക്യദാർഢ്യം അദ്ദേഹം വെളിപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ എല്ലാ വേദികളിലും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയൊക്കെ വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് രമേശ് പിഷാരടി. ഈ രമേശ് പിഷാരടിയെ നിയമസഭയിലേക്ക് അയക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ കച്ചകെട്ടുകയാണ്. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ ഇപ്പോഴത്തെ MLA സീനിയർ കോൺഗ്രസ് നേതാവായ K ബാബുവാണ്. അദ്ദേഹം ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. താൻ മത്സരിക്കാൻ ഇല്ല എങ്കിൽ അനുയോജ്യമായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് സർവ്വ പിന്തുണയും താൻ നൽകാമെന്നും K ബാബു വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയാണ് തൃപ്പൂണിത്തുറയിൽ തന്നെ സ്ഥിരതാമസക്കാരനായ കോൺഗ്രസ് അനുഭാവിയായ എല്ലാ കാര്യത്തിലും കോൺഗ്രസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സാക്ഷാൽ രമേശ് പിഷാരടിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ KPCC നേതൃത്വവും VD സതീശനും ഒക്കെ ആലോചിക്കുന്നത്. K ബാബു ആകട്ടെ ഇക്കാര്യത്തിൽ സമ്പൂർണ്ണ പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം രമേശ് പിഷാരടിയുമായി വ്യക്തിപരമായി നല്ല ബന്ധമുള്ളയാളാണ് K ബാബു. K ബാബു 2021 തെരഞ്ഞെടുപ്പിൽ M സ്വരാജിനോട് തോൽക്കുകയും 2026 തെരഞ്ഞെടുപ്പിൽ M സ്വരാജിനെ തോൽപ്പിച്ച് വീണ്ടും നിയമസഭയിൽ എത്തുകയും ഒക്കെ ചെയ്തു. പ്രത്യേകിച്ച് ബാർ ആരോപണം, മദ്യാരോപണമൊക്കെ ഉണ്ടായപ്പോൾ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബുവിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്നാലും തൃപ്പൂണിത്തുറക്കാർക്ക് പ്രിയങ്കരനാണ് K ബാബു എന്ന ബാബുചേട്ടൻ. താൻ ഒഴിഞ്ഞാൽ നിങ്ങൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയാണെങ്കിൽ തന്റെ പൂർണ്ണ പിന്തുണ പിഷാരടിക്കായിരിക്കുമെന്ന് K ബാബു ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതോടെ കോൺഗ്രസ് നേതൃത്വത്തിനും സന്തോഷമായി. കാരണം തൃപ്പൂണിത്തുറ സീറ്റ് നിലനിർത്താൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി രമേശ് പിഷാരടിയാണ്. അദ്ദേഹം വർഷങ്ങളായി തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് സ്ഥിരതാമസം. കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും. താനൊരു ഉറച്ച കോൺഗ്രസ്സുകാരനാണെന്ന് സധൈര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നയാളാണ് രമേശ് പിഷാരടി. അതുകൊണ്ട് പിഷാരടിയെ നിർത്തി തൃപ്പൂണിത്തുറ സീറ്റ് നിലനിർത്താനുള്ള ഉദ്ദേശത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ബൈനി കാമുകന്മാർ ആ സീറ്റിലും നിരവധിയുണ്ട്. KP ധനപാലനെ പോലെ സീനിയർ കോൺഗ്രസ് നേതാക്കൾ പലരും തൃപ്പൂണിത്തുറ സീറ്റ് K ബാബു മാറുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ രമേശ് പിഷാരടി നിൽക്കുവാൻ സമ്മതിച്ചാൽ അദ്ദേഹം തന്നെയായിരിക്കും തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ KPCC നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും പ്രിയങ്കരനാണ് രമേശ് പിഷാരടി. KC വേണുഗോപാലിനായാലും ഇനി രാഹുൽ ഗാന്ധിക്കായാലും ഒക്കെ വ്യക്തിപരമായ താല്പര്യം രമേശ് പിഷാരടിയോട് ഉണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നാൽ ആ തൃപ്പൂണിത്തുറ സീറ്റ് പിടിച്ചെടുക്കാൻ, നിലനിർത്താനൊക്കെ സാധിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് രമേശ് പിഷാരടി സമ്മതം മൂളിക്കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രമേശ് പിഷാരടി തന്നെയായിരിക്കും.